നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യ UK വ്യാപാര കരാറിന് അംഗീകാരം. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. തീരുമാനം പ്രധാനമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും. രാജ്യത്തെ കർഷകർക്കും വ്യവസായങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഭരണകക്ഷിക്ക് അനുകൂലമായ വോട്ട് ബാങ്ക് നിർമ്മിക്കാൻ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. ധൻഖറിന്റെ രാജിയിൽ രാജ്യസഭയിലും പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അമ്മ താര സംഘടനാ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ മത്സരത്തിനില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചു ജഗദീഷും ശ്വേതാ മേനോനും. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്ന് അൻസിബയും സരയുവും. ആരോപണ വിധേയർ മാറി നിൽക്കുന്നതാണ് അന്തസ്സെന്ന് അനൂപ് ചന്ദ്രൻ. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ കൊലപാതകങ്ങൾ നടന്നുവെന്ന വെളിപ്പെടുത്തലിൽ സാക്ഷിമൊഴി പുറത്ത്. ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് ശുചീകരണ തൊഴിലാളിയുടെ സാക്ഷിമൊഴി. കൊലപാതകങ്ങൾ നേരിട്ട് കണ്ടെന്നും മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴി. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ അതിർത്തി സംഘർഷം. 10 പൗരന്മാർ കൊല്ലപ്പെട്ടു. 14 പേർക്ക് പരിക്ക്. സംഘർഷമുണ്ടായത് ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ. റഷ്യൻ വിമാനം തകർന്ന് 50 മരണം. അപകടത്തിൽപ്പെട്ടത് അങ്കാറ എയർലൈൻസിന്റെ AN-24 വിമാനം. അപകടമുണ്ടായത് ലാൻഡ് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ്. മരിച്ചവരിൽ 5 പേർ കുട്ടികൾ. വിശദമായി നോക്കാം. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഊർജ്ജം നൽകുന്ന വ്യാപാര കരാറിൽ ഇന്ത്യയും UKയും ഒപ്പുവെച്ചു. UK പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് ഒപ്പുവെച്ചത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമുള്ള ഏറ്റവും മികച്ച കരാറെന്ന് സ്റ്റാമർ പ്രതികരിച്ചു. ഏറെ നാളത്തെ പ്രയത്നം വിജയിച്ചു എന്ന് മോദിയും പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചത്. കരാർ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങൾക്കും UK നികുതി ഒഴിവാക്കും. UKയിൽ നിന്നുള്ള 90% ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും നികുതി കുറയ്ക്കും. ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ്, ലെതർ ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് കരാർ ഗുണം ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് UKയിൽ 20% തീരുവ ഉണ്ടായിരുന്നത് പൂജ്യമാക്കി. ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് 12%, കെമിക്കലുകൾക്ക് 8% തീരുവ UK ചുമത്തിയിരുന്നു. ഇവ രണ്ടും പിൻവലിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയറിനുള്ള തീരുവ കുറച്ചത് IT മേഖലയ്ക്ക് സഹായകമാകും. സ്മാർട്ട് ഫോണുകൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പാവകൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, പ്ലാസ്റ്റിക്, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള തീരുവ എടുത്തുകളയാനും ബ്രിട്ടൻ സമ്മതിച്ചു. ചരിത്രപരമായ ദിവസമെന്ന് കരാർ ഒപ്പുവെച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾ സാമൂഹ്യ സുരക്ഷാ നിധി അടയ്ക്കുന്നതിൽ UKയിൽ ഇളവുണ്ടാകും. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിസ്കി, ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യയിൽ വില കുറയും. ക്ഷീരോൽപ്പന്നങ്ങൾ, ആപ്പിൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ തീരുവ ഇളവ് നൽകില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറും വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ അനിശ്ചിതത്വം തുടരുമ്പോഴാണ് UKയുമായി ഇന്ത്യ വ്യാപാര കരാർ ഒപ്പുവെച്ചതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലെ 4ാം ദിനം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 4ാം ദിനവും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് ലോക്സഭയും രാജ്യസഭയും ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും ബഹളം വെച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിച്ച നടപടി രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബീഹാറിൽ നിന്നുമുള്ള കോൺഗ്രസ് രാജ്യസഭാ MP അഖിലേഷ് പ്രസാദ് സിംഗ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഉപാധ്യക്ഷൻ ഹരിവംശ് ഇത് തള്ളി. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചിരുന്നു. സഭ പുനരാരംഭിച്ചുവെങ്കിലും ബഹളത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു.
മുൻ ഉപരാഷ്ട്രപതിയും സഭാ ചെയർമാനുമായിരുന്ന ജഗദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചു. രാജിയുടെ കാരണം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭയിലും വലിയ പ്രതിഷേധമാണ് കണ്ടത്. ജഗദീപ് ധൻഖറിന്റെ രാജിയിൽ ദുരൂഹത തുടരുന്നതിനിടെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ഭരണകക്ഷിയുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാവിലെ പാർലമെന്റ് കവാടത്തിലും എംപിമാർ പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ പകരക്കാരനെ നിശ്ചയിക്കാൻ എൻഡിഎയിൽ സജീവ ചർച്ചകൾ. പ്രധാനമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ഉടൻ BJP യോഗം ചേരും. പ്രധാനമന്ത്രിയുടേത് ആകും അന്തിമ തീരുമാനം. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലെ രാഷ്ട്രീയ നേട്ടത്തിനു കൂടി ഉതകുന്ന തരത്തിലായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥിയെന്നാണ് സൂചന. പിന്നാക്ക വിഭാഗത്തിലെ വ്യക്തിയിലേക്ക് ഉപരാഷ്ട്രപതി പദം എത്തിയേക്കുമെന്നാണ് നിഗമനം. BJPക്ക് ഒറ്റയ്ക്ക് ഉപരാഷ്ട്രപതിയെ വിജയിപ്പിക്കാനാകില്ല. അതിനാൽ NDAയിലെ ഘടകകക്ഷികളുടെയും അഭിപ്രായ സമന്വയം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കേന്ദ്ര കൃഷി സഹമന്ത്രിയും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ കർപ്പൂരി ഠാക്കൂറിന്റെ മകനായ രാംനാഥ് ഠാക്കൂർ കാലാവധി കഴിഞ്ഞതിനു ശേഷവും BJP അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന JP നദ്ദ, സുപ്രീംകോടതി മുൻ ജഡ്ജിയും നിലവിൽ ആന്ധ്ര ഗവർണറുമായ S അബ്ദുൽ നസീർ, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി, നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് അടക്കമുള്ളവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം സർക്കാർ നിലപാട് കാക്കുകയാണ് പ്രതിപക്ഷം. MPമാരുടെ എണ്ണത്തിൽ ഇന്ത്യ സഖ്യം പിന്നിലാണ് എന്നതിലുപരി ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും സഖ്യത്തിലില്ല. ഒരു വർഷത്തോളമാകുന്നു ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്നിട്ട്. അതിനാൽ തന്നെ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് തെരഞ്ഞെടുപ്പെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാകും ഏറ്റവും വലിയ വെല്ലുവിളി. അതേസമയം ജഗദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ച് വിജ്ഞാപനമിറക്കിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തുടങ്ങി. വോട്ടർ പട്ടിക ആദ്യം തയ്യാറാക്കും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്കടക്കം വോട്ടവകാശമുണ്ടായിരിക്കും. റിട്ടേണിംഗ് ഓഫീസറെയും വൈകാതെ നിയമിക്കും. ഓഗസ്റ്റ് അവസാനത്തോടെ നടപടികൾ പൂർത്തിയാക്കിയേക്കും. നിലവിലെ ഉപരാഷ്ട്രപതിയുടെ മരണം, രാജി, നീക്കം ചെയ്യൽ എന്നീ കാരണങ്ങളാൽ വരുന്ന ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും പുതിയതായി എത്തുന്ന ആൾക്ക് 5 വർഷം കാലാവധിയുണ്ടാകും. അതിനിടെ ധൻഖറിന്റെ രാജിയുടെ കാരണം തേടി രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ്. സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെയും പാർട്ടിയെയും പിന്തുണയ്ക്കുന്നതിൽ അതിതീവ്ര നിലപാട് പുലർത്തിയിരുന്ന ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി മോഹമെന്നും BJP വൃത്തങ്ങൾ സൂചന നൽകുന്നു. 2 വർഷത്തിനു ശേഷം അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ NDA സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ആവശ്യം അനൗപചാരികമായി ധൻഖർ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചുവെന്നാണ് സൂചന. ഇത് അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ വലിയ അതൃപ്തിയായിരുന്നു ധൻഖറിന്. പാർട്ടിയുമായി അലോസരമുണ്ടായ സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി പദവി രാജിവെക്കുന്നതാണ് ഉചിതമെന്ന രീതിയിൽ ജഗദീപ് ധൻഖറിന് സർക്കാരും പാർട്ടിയും നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് അമൃത TV. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച നടൻ ജഗദീഷും നടി ശ്വേതാ മേനോനും നടൻ രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുമെന്നാണ് സൂചന. ഇത്തവണ കുറേ പേര് മത്സരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം അതാണ്. കാരണം അമ്മ ഇപ്പോൾ തുടങ്ങിയിട്ട് 32 വർഷം കഴിഞ്ഞു. 32 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് അവർക്കുണ്ടായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്കതിലൊരു പേഴ്സണലി സന്തോഷമുള്ളത്, കഴിഞ്ഞ വർഷം ഞങ്ങൾ അഡ്വോ കമ്മിറ്റി ആയിരുന്നു. ആ അഡ്വോ കമ്മിറ്റിയിൽ ഉള്ള പ്രവർത്തനം കണ്ടിട്ടും അല്ലെങ്കിൽ അഡ്വോ കമ്മിറ്റി കൂടുതൽ ജനകീയമായതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇത്രയും പേർക്ക് മത്സരിക്കാൻ ആഗ്രഹം വന്നത്. ശരിയാണ്, ഞങ്ങൾക്ക് മത്സരിക്കാമല്ലോ, ഞങ്ങൾ മത്സരിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വരാമല്ലോ എന്നുള്ള തോന്നലിൽ ഒരുപാട് പേര് നോമിനേഷൻ കൊടുക്കുകയും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തവണ ഒരുപാട് പേര് മൾട്ടിപ്പിളായിട്ട് മത്സരിക്കാനായിട്ട് അപേക്ഷ കൊടുക്കുന്നുണ്ട്. കാരണം ആകെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മോഹൻലാൽ. അദ്ദേഹം മാറിയോടുകൂടി എല്ലാവരും നല്ല അങ്കലാപ്പിൽ തന്നെയാണ് ശരിക്കും. അപ്പോൾ പലരും വന്ന് ഇനിയാണ് പാനലൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ആരൊക്കെയാണ് നിൽക്കണമെന്ന് ആർക്കും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഊഹാപോഹം മാത്രമല്ലേ ഉള്ളൂ, ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പലരും മൾട്ടിപ്പിൾ പോസ്റ്റിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഇതിന് കഴിഞ്ഞ ഒരു 30-ാം തീയതി ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു സമവാക്യം ഉണ്ടാവും. ഇന്നിപ്പോൾ അവസാന ദിവസമാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അവസാന ദിവസം മാത്രമാണ് ഇന്ന്.
മത്സരിക്കലല്ല, ചായ കുടിക്കാൻ പോണു. പത്രിക കൊടുത്തു കഴിഞ്ഞു, തീരുന്നത് എന്താ അവസാനല്ലേ? ഒന്നും ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല. ആ ഉണ്ട് 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 ഉണ്ട്. മത്സരം വരട്ടെ, നന്നല്ലേ, ആൾക്കാർക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കട്ടെ. അൻസിബയ്ക്ക് പിന്നാലെ ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ ന്യായീകരിച്ച് നടി സരയുവും രംഗത്ത്. ഞങ്ങൾ കോടതിയിലല്ലോ, 500 പേർ മാത്രമുള്ള സംഘടന മാത്രമെന്ന് സരയു പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾ മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സരയു പ്രതികരിച്ചു. നമ്മുടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ ഒരു 500 മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന് താല്പര്യമുള്ളവർ വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പത്രിക ഉടനെ തന്നെ, ലിസ്റ്റ് ഉടനെ തന്നെ പുറത്തേക്ക് വരുന്നതായിരിക്കും. കൂടുതൽ ആളുകൾ ആരോഗ്യപരമായ സന്തോഷമുള്ള കാര്യമല്ലേ? അതായത് ഭയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വൽ പങ്കാളിത്തത്തോടുകൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. എപ്പോഴും ഈ ആരോപണ വിധേയരായവർ മത്സരിക്കുന്നു എന്നുള്ളത് അതൊരു മോശം പ്രവണതയല്ലേ? ഞങ്ങൾ കോടതിയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു 500 പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. സോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും അത് തന്നെയായിരിക്കും. അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് തന്നെ വരട്ടെ, നന്നായിട്ട് അവർക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ, പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. ആരോപണ വിധേയർ മാറി നിൽക്കുന്നതാണ് അന്തസ്സെന്നും അതാണ് മര്യാദയെന്നും നടൻ അനൂപ് ചന്ദ്രൻ. ശുദ്ധീകരണം വേണം, അമ്മ നല്ലൊരു അമ്മയാകണമെന്നും ആരോഗ്യകരമായ മത്സരമാകണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പ്രതികരിച്ചു. മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ്. ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിയിൽ കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി, ഒരു സമൂഹത്തിൻ്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ്. ആരോപണ വിധേയരായുള്ളൊരു ഒരു ഉറപ്പായി മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അന്തസ്. അതിൻ്റെ മര്യാദ അതാണ് അതിൻ്റെ മര്യാദ. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 നാമനിർദ്ദേശ പത്രികയാണുള്ളത്. പ്രധാനമായും ശ്വേതാ മേനോനും അതുപോലെ തന്നെ ജഗദീഷും തമ്മിലല്ലേ മത്സരം? അമ്പിളി, തീർച്ചയായും ശ്വേതാ മേനോനും ജഗദീഷും തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോഴും ഈ നാമനിർദ്ദേശ പത്രികകൾ പരിശോധിക്കുകയാണ്. ഇവിടെ കൊച്ചിയിലെ അമ്മ ഓഫീസിലാണ് ഈ നാമനിർദ്ദേശ പത്രികകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 126 പത്രികകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് എല്ലാം എടുത്തതിന് ശേഷമായിരിക്കും, പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു അന്തിമ പട്ടിക ഉണ്ടായിരിക്കുക. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ മത്സരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ജോയ് മാത്യുവിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക തള്ളിയിരിക്കുകയാണ്. പേരിലുണ്ടായ പ്രശ്നം, ആ പേരിൽ എന്തോ ഒരു പ്രശ്നമുള്ളത്, അതിനെ തുടർന്നാണ് ഈ പത്രിക തള്ളിയത് എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക 7 പേർ സമർപ്പിച്ചിട്ടുണ്ട്. ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയതോടെ മത്സര രംഗത്ത് 6 പേർ ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ നിമിഷം വരുന്ന, ഈ ഒരു മണിക്കൂറിൽ വരുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇത് കൂടുതൽ പത്രികകൾ, അതായത് 126ഓളം പത്രികകളാണ് ലഭ്യമായിട്ടുള്ളത്. അത് മുഴുവൻ പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റ് സ്ഥാനങ്ങളിലേക്കുള്ള ആളുകളുടെ ഒരു ചിത്രം, ആരൊക്കെയാണ് മത്സര രംഗത്തേക്ക് ഉള്ളത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ മത്സരിക്കുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നവ്യ നായർ മത്സരിക്കും എന്ന ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഏത് സ്ഥാനത്തേക്കാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആ വ്യക്തത ഉണ്ടാകുന്നത്. എന്തായാലും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മോഹൻലാൽ മത്സരിക്കാൻ ഇല്ല, ഇത്തവണ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി, ആ ഭാരവാഹിത്വം ഏറ്റെടുക്കാനില്ല എന്ന് അറിയിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരം ഉണ്ടാകുന്നത്. ഏകദേശം 32 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരം. അത് ഇത്രയധികം ആളുകൾ, ഏകദേശം
126 നോമിനേഷനുകൾ വരുന്നുണ്ട് എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയൊരു മത്സരം അമ്മ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ഈ ആരോപണ വിധേയരായവർ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അതിൽ അനൂപ് ചന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ മാറി നിൽക്കുന്നതാണ് അന്തസ്സ് എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അൻസിബ അടക്കമുള്ള ആളുകൾ, നേരത്തെ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു അൻസിബ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇത് രാഷ്ട്രീയത്തിലൊക്കെ ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ചെറിയ സംഘടനയാണ്, 500 പേർ മാത്രമുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ ഒരു തെറ്റില്ല. ഈ രാഷ്ട്രീയത്തിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും മത്സരിക്കാമെന്നാണ് അൻസിബ അടക്കമുള്ള, സരയു അടക്കമുള്ള ആളുകളുടെ ഒരു അഭിപ്രായം. അത് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഒരു പൂർണ്ണ ലിസ്റ്റ് പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, അടുത്ത ദിവസങ്ങളിലൊക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരം കൂടിയുണ്ട്. നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 പേർ രംഗത്തുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അമ്പിളി. ശരി, കൊച്ചിയിൽ നിന്നും അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, കർണാടക ധർമ്മസ്ഥയിലെ കൂട്ടക്കൊല അന്വേഷിക്കാൻ കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘം പ്രാരംഭ നടപടികൾ തുടങ്ങി. അതിനിടെ അന്വേഷണ സംഘത്തിൽ നിന്ന് DCP സൗമ്യലത IPS പിന്മാറി. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സൗമ്യലത. പുതിയ ഉദ്യോഗസ്ഥനെ ഉടൻ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചു. 20 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി സംഘം വിപുലീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥയുടെ പിന്മാറ്റം. 5 IPS ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ചും പ്രാദേശിക കേസുകളെക്കുറിച്ചുമുള്ള പരിചയം കണക്കിലെടുത്ത് ദക്ഷിണ കന്നഡ, ഉടുപ്പി, ഉത്തര കന്നഡ ജില്ലകളിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനിടെ കൂട്ടക്കൊല ആരോപണത്തിലെ നിർണായക സാക്ഷിമൊഴി പുറത്തുവന്നു. ധർമ്മസ്ഥലയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്നാണ് സാക്ഷിമൊഴി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസിന് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി. 100-ലധികം മൃതദേഹങ്ങൾ നേത്രാവതി പുഴയോട് ചേർന്നുള്ള വനമേഖലയിൽ താൻ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് മൊഴിയിൽ പറയുന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ചിലത് കത്തിച്ചു കളഞ്ഞു. കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. കൊലപാതകങ്ങൾ നേരിൽ കണ്ടതായും മൃതദേഹങ്ങൾ അടക്കം ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നതായും ശുചീകരണ തൊഴിലാളി മൊഴിയിൽ പറയുന്നു. അതിനിടെ ധർമ്മസ്ഥല ക്ഷേത്രത്തെയും ഹെഗ്ഡെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്ന മാധ്യമ വാർത്തകൾ തടഞ്ഞ കർണാടക കോടതി വിധിക്കെതിരെ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അതിർത്തി തർക്കങ്ങളെ തുടർന്ന് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. 10 പൗരന്മാർ കൊല്ലപ്പെട്ടെന്നും 14 പേർക്ക് പരിക്കേറ്റുവെന്നും തായ്ലൻഡ് ആരോപിച്ചു. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷത്തെ തുടർന്ന് തർക്കമേഖലയിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ ഏറ്റുമുട്ടി. പരസ്പരം വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതലാണ് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. സംഘർഷം ശക്തമായതോടെ ആളുകളെല്ലാം ബങ്കറുകളിൽ അഭയം തേടുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലമായി തർക്കത്തിലുള്ള സുരിൻ പ്രവിശ്യയിലെ തായ്മുൻതോം ടെമ്പിളിന് സമീപമാണ് ആദ്യത്തെ ആക്രമണമുണ്ടായത്. ഇവിടേക്ക് കംബോഡിയ പീരങ്കി ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്തിയെന്നും പിന്നാലെയാണ് തായ് സൈന്യം പ്രത്യാക്രമണം നടത്തിയതെന്നും തായ്ലൻഡ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സായുധാക്രമണവും തായ്ലൻഡിന്റെ പരമാധികാരത്തിന്മേലുള്ള ലംഘനങ്ങളും തുടർന്നാൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുമെന്നും തായ് സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. കംബോഡിയ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമിക്കുകയാണെന്നും തായ്ലൻഡ് കുറ്റപ്പെടുത്തി. കംബോഡിയയുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് കംബോഡിയൻ സൈന്യം ആരോപിക്കുന്നത്. കംബോഡിയയുടെ പരമാധികാരത്തിനെതിരായ തായ്ലൻഡിന്റെ സൈനികാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും കംബോഡിയയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സംഘർഷത്തെ തുടർന്ന് തായ്ലൻഡ് അതിർത്തി അടച്ചു. തായ്ലൻഡിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കംബോഡിയൻ പ്രസിഡന്റ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായതിനെ തുടർന്ന് പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയതിനു പിന്നാലെയാണ് സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നത്. വർഷങ്ങളായി തുടരുന്നതാണ് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കം. ന്യൂസ് ഡെസ്ക്, അമൃത TV. റഷ്യൻ വിമാനം ചൈനീസ് അതിർത്തിയിൽ തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 50 പേരും മരിച്ചു. മരിച്ചവരിൽ 5 പേർ കുട്ടികളാണ്.
അങ്കാറ എയർലൈൻസിന്റെ AN-24 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ചൈനീസ് അതിർത്തിക്ക് സമീപം റഷ്യയിലെ അമുർ മേഖലയ്ക്ക് മുകളിൽ വെച്ച് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് തകർന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചൈനയുടെ അതിർത്തിയിലുള്ള ഫാർ ഈസ്റ്റേൺ മേഖലയിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. യാത്രക്കാരിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 43 യാത്രക്കാരും 7 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അമുർ മേഖലയിലെ ടിൻഡ പട്ടണത്തിലെ ലാൻഡിംഗിനിടെ പൈലറ്റിന് സംഭവിച്ച പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈനിന്റെ AN-24 വിമാനം ടിൻഡ വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് രണ്ടാമതും ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 3 പേരുമായി പോയ റോബിൻസൺ R-66 ഹെലികോപ്റ്റർ ഇതേ അമുർ മേഖലയിൽ കാണാതായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ പ്രശാന്ത് IAS-നെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സസ്പെൻഡ് ചെയ്ത് 9 മാസങ്ങൾക്ക് ശേഷമാണ് പ്രശാന്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറി ജയതിലക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രസന്റിംഗ് ഓഫീസർ. അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിലുള്ളത്. പ്രശാന്തിന് നേരത്തെ കുറ്റപത്ര മെമ്മോ നൽകിയിരുന്നു. എന്നാൽ മെമ്മോയിലെ കുറ്റങ്ങളെല്ലാം പ്രശാന്ത് നിഷേധിച്ചുവെന്നും ഇതിനു പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ പറയുന്നു. കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായും അന്വേഷണ ഉത്തരവിലുണ്ട്. പ്രശാന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെയാണ്. എന്നാൽ അന്വേഷണം നടത്തുന്നവർ ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. സസ്പെൻഡ് ചെയ്ത 6 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ചട്ടം. പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സസ്പെൻഡ് ചെയ്ത് 9 മാസങ്ങൾക്ക് ശേഷമാണ്. ഇതിനിടയിൽ 3 തവണ സസ്പെൻഷൻ നീട്ടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തെ ഭൂരിഭാഗം രക്ഷിതാക്കളും പിന്തുണച്ചു എന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. 50.7% രക്ഷിതാക്കളും സമയമാറ്റത്തെ പിന്തുണച്ചപ്പോൾ മുൻ രീതിയിലെ സമയക്രമത്തെ അനുകൂലിച്ചത് 6.4% പേർ മാത്രമാണ്. 6 ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. അക്കാദമിക് കലണ്ടർ തയ്യാറാക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ 10 വരെ വിവിധ ജില്ലകളിൽ നടത്തിയ പഠനത്തിലാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും സ്കൂൾ സമയമാറ്റത്തെ പിന്തുണച്ചിട്ടുള്ളത്. സ്കൂൾ ദിവസങ്ങളിൽ പരമാവധി സമയം ഉപയോഗിക്കണമെന്ന് 50.7% രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. 41.1% രക്ഷിതാക്കൾ സിലബസ് കുറയ്ക്കാനും അനാവശ്യ അവധികൾ കുറയ്ക്കാനും നിർദ്ദേശിച്ചു. പഴയ സമയക്രമം മതിയെന്ന് 6.4% പേർ മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. 0.6% പേർ അവധി പുനഃപരിശോധിക്കുന്നതിനെ അനുകൂലിച്ചു. എന്നാൽ പഠന ദിവസങ്ങൾ കൂട്ടുന്നത് 87.2% പൊതുജനങ്ങളും എതിർത്തു. ശനിയാഴ്ചയുൾപ്പെടെ ക്ലാസ് നടത്താനുള്ള തീരുമാനത്തെയും ഭൂരിഭാഗം പേരും എതിർത്തു. 819 അധ്യാപകരും 520 വിദ്യാർത്ഥികളും 156 രക്ഷിതാക്കളും പഠനത്തിന്റെ ഭാഗമായി. 4490 പൊതുജനങ്ങളെയും സർവേയുടെ ഭാഗമാക്കി. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം നടത്തിയത്. ക്ലാസ് സമയം വെള്ളിയാഴ്ച ഒഴികെയുള്ള 4 ദിവസങ്ങളിൽ അരമണിക്കൂർ കൂട്ടണം. ഒപ്പം ഈ അക്കാദമിക് വർഷം 7 ശനിയാഴ്ചകളിൽ ക്ലാസുകൾ അധികമായി നൽകണമെന്നുമായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തെ ഭൂരിഭാഗം രക്ഷിതാക്കളും പിന്തുണച്ചെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പഠന റിപ്പോർട്ടിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ഇതേക്കുറിച്ച് ഗവൺമെന്റ് എവിടെയാണ് സർവേ നടത്തിയതെന്ന് അദ്ദേഹം ചോദിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ മതപരമായ പ്രശ്നങ്ങൾക്ക് പുറമെ മലയോര പ്രദേശങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് സ്കൂളിലെത്താനുള്ള അസൗകര്യങ്ങളുമുണ്ട്. സമയമാറ്റത്തിൽ ഗവൺമെന്റ് എടുത്ത മുന്നൊരുക്കങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇത്രമേൽ ആളുകളുടെ വിശ്വാസ്യത കളഞ്ഞുപോയ ഒരു കാലം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമയമാറ്റത്തിൽ ഗവൺമെന്റ് എടുത്ത പ്രിക്കോഷൻസ് എന്താണ്? നമ്മളിപ്പോൾ കാണുന്ന മതപരമായ ഇഷ്യൂസ് മാത്രമൊന്നുമല്ല. ഈ മലയോര പ്രദേശങ്ങളിൽ നിന്ന് സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികൾ, അവരുടെ സ്കൂളിൽ എത്താനുള്ള അസൗകര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം ഏറ്റവും മിനിമം നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കുട്ടിയുടെ മരണത്തിനിടയാക്കാനുള്ള കാരണം എന്താണ്? 100ഓളം നിർദ്ദേശങ്ങൾ സർക്കാർ കൊടുത്തിട്ടും പാലിക്കാതെ വൈദ്യുതി ലൈനാണ് തൂങ്ങിക്കിടന്നാണ്. എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു പ്രിക്കോഷൻസിനെയും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ഒരു വകുപ്പായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മാറിയിട്ടുണ്ട്. അക്കാഡമിക് നിലവാരത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. സിലബസുകളിലെ അപ്ഡേഷനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. യൂണിവേഴ്സിറ്റികൾ തകർന്നു കിടക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരുന്ന സമയമാറ്റത്തിന്റെ മുന്നൊരുക്കത്തെക്കുറിച്ചുള്ള സംശയമാണ് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം.
ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നടത്താനുള്ള തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘം ബോർഡ് ഇടപെടൽ ആചാരലംഘനമെന്നും വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുന്നുവെന്നുമാണ് ആരോപണം. അതേസമയം വള്ളസദ്യ നടത്താനുള്ള തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. ജൂലൈ 13 മുതൽ ഒക്ടോബർ 2 വരെ ആറന്മുള ക്ഷേത്രത്തിൽ പള്ളിയോടങ്ങൾക്കായി വഴിപാട് വള്ളസദ്യ നടത്തി വരികയാണ്. ഈ കാലയളവിൽ ദേവസ്വം ബോർഡ് പള്ളിയോടക്കരകളുടെ സാന്നിധ്യമില്ലാതെ 250 രൂപ നിരക്കിൽ ടിക്കറ്റ് നൽകി വള്ളസദ്യ നടത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയത്. ബോർഡിന്റേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്നും ആചാരലംഘനമെന്നും വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുന്നുവെന്നുമാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ആരോപണം. എന്നാൽ എല്ലാ ഞായറാഴ്ചകളിലും ഒരു വള്ളസദ്യ വീതം നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്നും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ബോർഡ് എത്തിയത് കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് എന്നും ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് വളരെ കാലക്കൂട്ടി തന്നെ ഉപദേശ സമിതിയായും പള്ളിയുടെ സംഘവുമായും കാര്യങ്ങൾ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോയത്. ഏതാണ്ട് മാർച്ച് 1-ാം തീയതി ആറന്മുള വള്ളസദ്യയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്ര ഉദ്യോഗസ്ഥന്മാരും ഉപദേശ സമിതിയുമായി കൂടിയാലോചന നടത്തിയിരുന്നു. അതിനുശേഷം ജൂൺ 24-ന് പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റുമായും സെക്രട്ടറിയുമായും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ച് ചർച്ച നടത്തിയിരുന്നു. ഒട്ടേറെ ഭക്തജനങ്ങൾ പള്ളിയുടെ സദ്യയുമായി ബന്ധപ്പെട്ട് സദ്യ കഴിക്കണമെന്നുള്ള താല്പര്യവുമായി ദേവസ്വം ബോർഡിന് ബന്ധപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ ഭക്തർക്ക് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ലക്ഷ്യം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ടുള്ളത് എന്നും തീർത്ഥാടകരുടെ സൗകര്യം ബോർഡ് കണക്കിലെടുക്കുന്നുവെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. മുംബൈ സ്ഫോടന കേസിൽ 12 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. കേസിലെ എല്ലാ പ്രതികൾക്കും കോടതി നോട്ടീസ് അയച്ചു. അതേസമയം പ്രതികളെ ഉടൻ ജയിൽ മോചിതരാക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. പ്രതികളെ വെറുതെ വിട്ടത് മറ്റ് കേസുകളുടെ വിചാരണയെ ബാധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചിരുന്നു. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും സ്ഥാപനങ്ങളിൽ ED റെയ്ഡ്. 2 സംസ്ഥാനങ്ങളിലുമായി 35 സ്ഥലങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുയർന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള പരിശോധന. 2017 മുതൽ 19 വരെ യെസ് ബാങ്കിൽ നിന്നെടുത്ത 3000 കോടി രൂപയുടെ വായ്പകൾ നിയമവിരുദ്ധമായി വകമാറ്റിയതിലാണ് നിലവിലെ പ്രധാന അന്വേഷണം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. വടക്കൻ ജില്ലകളുടെ മലയോര മേഖലയിലും കരുതൽ നിർദ്ദേശമുണ്ട്. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. തീരമേഖലയിൽ അടക്കം മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. പിതൃസ്മരണയിൽ പ്രാർത്ഥനയോട് ജനലക്ഷങ്ങൾ ഇന്ന് കർക്കിടക വാവു ബലിയർപ്പിച്ചു. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലും 100 കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനെത്തിയത്. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബലിതർപ്പണ ചടങ്ങിന് കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തരാണ് മഠത്തിൽ പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണത്തിനെത്തിയത്. ജലമൊഴിക്കാം, ഭൂഷണമിതം ജലമൊഴിക്കാം. ഓം ബ്രഹ്മാദയ സുരാഹ സർവേ ഋഷയഃ കശ്യപാദയഃ ആഗച്ഛന്തു മഹാഭാഗ ബ്രഹ്മാണ്ഡോപ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. ഈ ദിവസം ബലിതർപ്പണം നടത്തുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. കർക്കിടകത്തിലെ അമാവാസി എന്ന് പറയുന്നത് പിതൃക്കളുടെ പ്രഭാത സന്ധ്യയും ദേവന്മാരുടെ സായം സന്ധ്യയുമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസം 2 കൂട്ടരെയും പ്രീതിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ടും അമ്മയുടെ സാന്നിധ്യം കൊണ്ടും അമ്മയുടെ അനേകം ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ടും പരമപവിത്രമായ സ്ഥാനത്ത്
നദീതീരത്തെ ശിവക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പുണ്യപ്രദമായിട്ടാണ് കണക്കാക്കുന്നത്. നല്ല അവസരം നമുക്കെല്ലാവരും കിട്ടി. കർക്കിടക വാവിനോടനുബന്ധിച്ച് കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ തിലഹോമവും നടത്തി. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലെത്തിയ ഭക്തർ ബലിതർപ്പണ ചടങ്ങിലും തിലഹോമത്തിലും പങ്കെടുത്ത് പിതൃപുണ്യവുമായാണ് മടങ്ങിയത്. ഇവിടെ അറിഞ്ഞു കേട്ട് ഞാൻ വന്നതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു എല്ലാം തത്വങ്ങൾ മനസ്സിലാക്കി സ്വാമിജി പറഞ്ഞു തരുമോ. അപ്പം നമുക്കൊരു നല്ല തൃപ്തി വരും. നമ്മൾ ചെയ്യുമ്പോൾ സമാധാനത്തിലിരുന്ന് ചെയ്യാം. പല ജന്മങ്ങളിലുള്ള മാതാപിതാക്കൾക്കും ഈ നമുക്ക് ഈ ഗതി കിട്ടാതെ പോയ ആത്മാക്കൾക്കൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു തൃപ്തിയുണ്ട്. തലസ്ഥാനത്തെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പ്രധാന ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിയിടാൻ നിരവധി പേരെത്തി. എല്ലാ പിതൃക്കൾക്കും ഒരുമിച്ച് തർപ്പണം നടത്താമെന്നതാണ് കർക്കിടകത്തിലെ കറുത്തവാവ് ദിനത്തിലെ ബലിതർപ്പണത്തിന്റെ പ്രാധാന്യം. പിതൃപുണ്യം തേടി ആയിരങ്ങളാണ് തിരുവനന്തപുരം തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രത്തിലെത്തിയത്. പിതൃതർപ്പണത്തിനായി ദേവസ്വം ബോർഡ് വിപുലമായ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത്. പുലർച്ചെ 2:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. 9 ബലിമണ്ഡപങ്ങളിലായി ഒരേ സമയം 3500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ബലിതർപ്പണത്തിനെത്തിയ വാഹനങ്ങൾക്ക് ടോളും ഒഴിവാക്കിയിരുന്നു. ഒമ്പത് മണ്ഡപങ്ങളുണ്ട്. എല്ലാത്തിലുമായിട്ടൊരു 4500 പേർക്ക് ഒരേ സമയം പിതൃകർമ്മം ചെയ്യാവുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ആലുവ മണപ്പുറത്ത് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. മണപ്പുറത്തിന് പുറമെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ബലിതർപ്പണം നടന്നു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമായി 100 കണക്കിന് ആളുകളാണ് ബലിയർപ്പിക്കാനായി എത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് കോഴിക്കോട് വരക്കൽ കടപ്പുറത്ത് ബലിതർപ്പണം നടത്തിയത്. കോഴിക്കോട് കടപ്പുറത്തും ബലിതർപ്പണം നടന്നു. മഴയുടെ സാഹചര്യത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ബേപ്പൂരിലെ പ്രസിദ്ധമായ ഗോദീശ്വരം ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലായി ഒരേ സമയം 800 പേർക്ക് ബലിതർപ്പണം ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. കോട്ടയം തിരുനക്കര പുതിയ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം, നാഗമ്പടം മഹാദേവ ക്ഷേത്രം, വെണ്ണിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയത്. ആലപ്പുഴ തലവടി ആനപ്രാമ്പാൽ ക്ഷേത്രത്തിലും തൃശൂരിലെ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിനായി ഭക്തരുടെ നീണ്ട നിരയാണ് പലയിടങ്ങളിലും അനുഭവപ്പെട്ടത്. കൊല്ലം, തിരുമുല്ലാവാരം, മുണ്ടയ്ക്കൽ, പാപനാശം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ മുതൽ ആരംഭിച്ച വാവ് ബലിതർപ്പണത്തിൽ വലിയ തിരക്കാണ് കൊല്ലം തിരുമുല്ലാവാരം കടൽത്തീരത്തും ക്ഷേത്രത്തിലും അനുഭവപ്പെട്ടത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ബാറ്റിംഗ് തുടരുന്ന ഇന്ത്യ 8-ന് 337 എന്ന നിലയിലാണ്. 20 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റാണ് ഇന്ന് തുടക്കത്തിൽ നഷ്ടമായത്. അതേസമയം ഋഷഭ് പന്തിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നത് ഇന്ത്യക്ക് 2ാം ഇന്നിംഗ്സിൽ തിരിച്ചടിയാകും. ക്രിസ് വോക്സിന്റെ പന്തുകൊണ്ട് വലത് കാൽപാദത്തിനാണ് ഋഷഭിന് പരിക്കേറ്റത്.